ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. അതെ, ഇൻട്രോയിൽ ഞാനും കുഞ്ഞുമണിയാണ്. ഞങ്ങൾ ഇപ്പൊ ബസ്സിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കറക്കം എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ആശ്രമ മൈതാനത്ത് മേള തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി പോവാണ് കേട്ടോ, അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് അനിയത്തിക്ക് 2 ഡ്രസ്സും വാങ്ങണവേ. അപ്പൊ അതിന് വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ബസ്സൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അടിപൊളി മഴവില് കണ്ടു ഗായ്സ്. കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു മഴവില് തന്നെ കാണുന്നത്. അങ്ങനെ മഴവിലെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നടന്നപ്പോഴത്തേക്കും ഒതേ കിടക്കുന്നു ഗായ്സ്. അടിപൊളി ഒരു മഴ. അങ്ങനെ തകർത്ത് പെയ്യുന്ന മഴയത്ത് ഞങ്ങൾ ഇവിടെ സൈഡിൽ കയറി നിൽക്കണം കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്, കാരണം പ്രതീക്ഷിക്കാത്ത ഒരു മഴയാണല്ലോ. ഇനി ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോകാനായിട്ട് ഇവിടെ നമ്മുടെ ഓണാഘോഷത്തിന്റെ പരിപാടി നടക്കുവായിരുന്നു. അപ്പൊ നല്ല രീതിക്ക് ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊല്ലത്ത് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മ ഉണ്ടായിരുന്നേ നമ്മുടെ കൂടെ. അമ്മ ജോലി കഴിഞ്ഞ് നേരെ കൊല്ലത്തേക്കാണ് കേട്ടോ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വേണ്ട ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും തോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ ആശ്രമം മൈതാനത്തേക്ക് വന്നിട്ടോ. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആകാശമൊക്കെ തെളിഞ്ഞ് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഓട്ടോയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞുമണി നേരെ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമണിക്ക് നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മയും ഞാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കോ കഴിഞ്ഞ വട്ടത്തേക്കാണ് കണ്ടത് ഗായ്സ്. ഇവിടെ ഇപ്പം 2-3 ഷോപ്പൊക്കെ ഉണ്ട്, മലബാർ മേള എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഇവിടെ വരെ വന്നേലേ, അപ്പൊ എല്ലാ കടയിലും കയറി നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഗായ്സ്. ഈ ഇരിക്കുന്ന ടോപ്പിനൊക്കെ വെറും 350 രൂപയുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ടോപ്പാണ് കേട്ടോ. നമ്മൾ പിന്ററസ്റ്റ് വൈബ് മോഡലുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നേ. നല്ല സ്ലീവ്ലെസിന്റെ ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണല്ലോ. അങ്ങനെ ഇതിന് 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ നല്ല മാലയുടെയും കമ്മലിന്റെയും കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് മാലയുടെയൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം ഇവിടുന്ന് ഒരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ 3 ലെയർ തന്നെ. എന്റെ കുഞ്ഞുമണി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുമണിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ കുഞ്ഞുമണിക്ക് ഒരു ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു കോളിഫ്ലവർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കോളിഫ്ലവർ വെച്ചിട്ടുണ്ടപ്പോൾ കുഞ്ഞുമണി കഴിയിട്ടതാണ്. ഞാൻ വഴക്ക് പറഞ്ഞ് മാറ്റിച്ചിട്ട് കുഞ്ഞുമണി നേണ്ട ഐസ്ക്രീം ഒക്കെ തിന്നോണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഒരു കരിക്കിൻ ഷേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കരിക്കിൻ ഷേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കോളിഫ്ലവർ അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന പോലെ 199 രൂപയുടെ മേളയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡ്രസ്സിനൊന്നും ഒരുപാട് കളക്ഷൻ ഒന്നും ഇല്ല അവിടെ. പിന്നെ ഞങ്ങൾ നേരത്തെ അനിയത്തിക്കെടുത്ത 2 ഡ്രസ്സും പിന്നെ അവിടെ നിന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരാൻ